മനസ്സിലായില്ല. പെട്ടെന്ന് പറഞ്ഞ മാഷിനെ അറിയാൻ വഴിയില്ല. ഞങ്ങൾ മൈക്കിളിനെ കാണാമെന്നതാ. അവനിവിടെ ഇല്ലല്ലോ. എവിടെ പോയി? അവൻ ഇന്നലെ ഉച്ച തിരിഞ്ഞു പോയതാ. ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. എങ്ങോട്ടാ പോയതെന്ന് ആര് കണ്ടു? അപ്പൊ അവനോട് ഇല്ല. ഇല്ല. എന്താ കാര്യം? കാര്യം അത് മൈക്കിളോട് നേരിട്ട് പറയാനുള്ളതാ. പിന്നെ അവൻ വന്നാ പറഞ്ഞേര് പ്രഭു വന്നിരുന്നു. പോട്ടെ. ഒന്ന് നിക്കണേ. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എന്തോ സ്വരച്ചേർച്ചയില്ലായ്മ പോലെ. നിങ്ങളൊക്കെ ആരാ? എന്താ അവനുമായിട്ടുള്ള ബന്ധം? പരിചയപ്പെടലൊക്കെ പിന്നെയാവും മാഷേ. എന്തായാലും എന്റെ ശബ്ദത്തിന്റെ സ്വരച്ചേർച്ചയില്ലായ്മ മാഷിന് മനസ്സിലായില്ലേ? ശരിയാ, ഞങ്ങളുടെ ആന്റണി മുതലാളിയുടെ ഒരു 50 ലക്ഷം രൂപയുടെ മുതല് അവന്റെ കയ്യിലുണ്ട്. അതാ ഞങ്ങൾ അവനും തമ്മിലുള്ള ബന്ധം. ആ 50 ലക്ഷത്തിന്റെ നഷ്ടക്കണക്കൊന്ന് പറഞ്ഞു തീർക്കാനാണ് ഞങ്ങൾ വന്നത്. സാരല്ല, അവനെ ഞങ്ങൾ കണ്ടോളാം. പിന്നെ മൈക്കിള് വരുമ്പോ വന്നതാരാന്ന് ചോദിച്ചാ പേര് പറയാൻ മറക്കണ്ട. പ്രഭു വന്നിരുന്നു. Kerala, God's own country. Madamas, English very much knows I. All madamas, not only but also, I love and help. You kiss or I kiss? What? Okay, no kiss. One day I benega crorepati, and this chain one Russian madama gives. You give some chain? See, Sebastian, I just want to meet Michael. Yeah, Michael, here or where I find Michael. ചേട്ടാ ഒരു കോളത്ത് വരുമ്പോ ആളെ കാണൂലെന്ന് പറഞ്ഞ പോലെ ആണല്ലോ. എടാ മൈക്കിളെ, മൈക്കിളെ. ഇനി വന്നേ. എടാ നിന്നെ തിരക്കി ആ മദാമ്മമാര് നടക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. എവിടെ? ബ്രൗൺ ഷുഗറോ യെല്ലോ ഷുഗറോ എന്തെങ്കിലും പണ്ടാരം കൊടുത്ത് കാശ് വാങ്ങി. പ്ലീസ് കം. Hi, Michael. Where were you, man? Yes, Mom. Tell me, please. See, 1,000 rupees. Oh, I'm sorry. I want 2,000 rupees. Yes. 4,000 rupees. You give. Michael! പ്രഭുണ്ണ, എന്താ പ്രഭുണ്ണ ഇത്? അണ്ണ വിടാൻ പറ പ്ലീസ്. കൗശലക്കാരനാ നീ. ഇപ്പൊ പ്രഭു വന്നത് നിന്റെ ഈ ചിരി കാണാനല്ല. എവിടാ സാധനം? ഗോഡ് പ്രോമിസ്, ഞാനത് കടലിലെറിഞ്ഞതാ. മൈക്കിളെ, നിന്റെ പതിവ് തമാശക്കളിയല്ല ഇത്. പ്രഭുണ്ണ, ഞാൻ സത്യ പറഞ്ഞത്. കസ്റ്റംസ് കാര്യം പറഞ്ഞപ്പോ ഞാനത് കടലിലെറിഞ്ഞു. എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. നിന്നെ കൊണ്ട് സത്യം ഞാൻ പറയിപ്പിക്കടാ പന്നിയുടെ മോനെ. പ്രഭുണ്ണ, വേണ്ട വേണ്ട വേണ്ട. കൂടെ നിന്ന് ചതിക്കുന്നവരെ ബാക്കി വെക്കരുതെന്ന് ആന്റണി മുതലാളി നിന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മൈക്കിളെ, നീ പോ.
ഓടി വാ. കുറച്ചുകൂടി ഇഷ്ടം പോലെ ഒഴിച്ചു കൊടുക്ക്. ചുമ്മാ തേനൊന്ന് പറഞ്ഞ് കിടക്കുമ്പോ നോക്കാൻ മക്കളും മരുമക്കളും ഒത്തിരി ഉണ്ടല്ലോ. എനിക്ക് മക്കളും മരുമക്കളും ഒന്നും വേണ്ട, എനിക്ക് ഇവന്മാര് മതി. ആ ശരിയാ. മോളെ കെട്ടിച്ചു വിട്ടാലും ജോസഫേട്ടന് സ്മോളിങ്ങിന് കമ്പനി തരാനായിട്ടെങ്കിലും ഈ തടിമാടന്മാര് എപ്പോഴും കൂടെ കാണും. എന്തിനാ ഹോസ്പേട്ട വെച്ച് താമസിപ്പിക്കുന്നേ? ഏതെങ്കിലും കോന്തന്റെ തല്ലിൽ കെട്ടി വെച്ചൂടെ? എനിബടി പോരാ. ഇംഗ്ലണ്ടിലെ വെല്ലോൺ ഫാമിലിയില് വെല്ലോൺ പേഴ്സണെ കൊണ്ട് മാത്രമേ എന്റെ കൊച്ചുമകളെ ഞാൻ കെട്ടിക്കൂ. അതിനുള്ള പെട്ടിയും തൂക്കിക്കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. നീ വിളിക്കണ്ട. യവൻ കാരണം എത്ര പേരുടെ തല്ല ഞാൻ ദിവസവും കൊണ്ടോണ്ടിരിക്കുന്നറിയോ? അയ്യോ പട്ടി കുറയ്ക്കുന്നു, പോലീസാണെന്ന് തോന്നുന്നു. മനസ്സമാനായിട്ട് മദ്യവെക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. ഇവരുടെ 100 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഈ കള്ളക്കടത്തുകാരോട് ഒലത്താൻ പോരുന്നു. നട റോട്ടിട്ട് പേപ്പട്ടിയെ തല്ലുന്നവരെ തല്ലുന്നാണ്ടിട്ടാ ഞാൻ ഈ നാറിയ പ്രശ്നത്തെ ഇടപെട്ട തന്നെ. സമാധാനമായി. പോലീസല്ല, നമ്മുടെ ബാർബർ കുട്ടപ്പൻ ചേട്ടനാണോ? പെട്ടെന്ന് പണക്കാരനാവാൻ വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യുന്ന ഒരാള്, ആ വൃത്തികേടിനെ സപ്പോർട്ട് ചെയ്യാൻ മറ്റൊരാള്. ഞാൻ എന്ത് തെറ്റിയെന്നാ നിങ്ങൾ ഈ പറയുന്നത്? അവരുടെ സാധനം ഞാൻ കടലിലെറിഞ്ഞതാ. കടലിലെറിയ അത് റേഷനറി അല്ലേ? ഇവൻ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. കടലിന് തീ പിടിക്കുന്ന നുണ പറയുന്നവനാ നീ. എന്നാ അതെ ശിവ, നീ എങ്കിലും ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക്. ഇവൻ പറയുന്ന പോലെ ഞാൻ സാധനം മുക്കിയതല്ല. സത്യം സത്യം. എന്നാ നീ ധൈര്യമായിട്ടിരിക്കും. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. സാറിനെ തിരുവനന്തപുരത്ത് ഞാൻ പലതവണ ട്രൈ ചെയ്തിരുന്നു. ഇല്ലായിരുന്നു. ഇലക്ഷൻ അടുത്ത് വരികയല്ലേ, യോഗം 2 ദിവസം കൂടി ഉണ്ട്. അപ്പോഴാണ് ബോംബെ നിന്ന് ആന്റണി സാറിന് ഫോൺ വന്നത്. ഉടനെ കൊച്ചിയിലെത്തി നിന്നെ കാണണമെന്ന്. എന്തായിരുന്നു പ്രോബ്ലം? മെനഞ്ഞാന്ന് രാത്രി കുറച്ച് സാധനം ബോംബെന്ന് കൊച്ചിയിലെത്തുന്നു പറഞ്ഞിരുന്നു. ബോംബെന്ന് അത് ബാർഗെയിൻ ചെയ്യാൻ വേലുബായി വന്നിരുന്നു. അയാൾക്കിട്ടൊരു പണി പണിതിട്ടാ ആന്റണി സാർ സാധനം കൈക്കലാക്കിയത് ഇങ്ങോട്ട് അയച്ചത്. സാധനം എടുക്കാൻ പുറംകടലിലേക്ക് അയച്ചത് പുതിയൊരു പയ്യനെയാ. സാറിനറിയാം, ഒരു മൈക്കിൾ. സാധനം അവന്റെ കൈ തന്നെ കിട്ടിയതാ. നേരം വെളുത്തിട്ട് അവനെ കാണാതായി അന്വേഷിച്ചപ്പോ അവന്റെ ഒരു വിളി വന്നു. കസ്റ്റംസുകാർ പിടിച്ചപ്പോ അവനത് കടലിൽ എറിഞ്ഞു. അത് ശുദ്ധ നുണയാ. മെനഞ്ഞാന്ന് രാത്രി ഒരു കസ്റ്റംസുകാർ ഇവിടെ കടലിൽ ഇറങ്ങിയിട്ടില്ല. എന്നിട്ട് അവന് തപ്പിയില്ലേ? തപ്പി, പക്ഷെ എന്റെയും പിള്ളേരുടെയും കയ്യിൽ അവൻ രക്ഷപ്പെട്ടു. പയ്യൻ കൊള്ളാലോ. ആന്റണി സാറ് പറഞ്ഞ അവനെ കിട്ടിയില്ലെങ്കിൽ അവരുമായി ബന്ധമുള്ള എല്ലാരെയും പിടിച്ച് അകത്തിടാനാ. അത് ഇങ്ങനെ ഒരു കേസിൽ പോലീസ് ഇടപെടുക എന്ന് പറഞ്ഞാൽ അവന്മാരെ പേരിൽ എന്തെങ്കിലും കേസ് ഉണ്ടാക്കണോ സാർ? അത് എനിക്ക് വയ്യെങ്കിൽ ഞാൻ SP വിളിച്ച് പറയാം. വേണ്ട സാർ. തനിക്ക് ഇദ്ദേഹത്തെ അറിയാവോ? ഈ ആന്റണിയെ അക്കവും അക്ഷരവും പഠിപ്പിച്ച പഴയ പള്ളിക്കൂടം വാദ്യാർ സിറിയാക്ക് മാസ്റ്റർ. നമസ്കാരം മാസ്റ്റർ. നമസ്കാരം. എന്നെ പോലുള്ളവർക്ക് ജീവിതം എന്നത് ഒരു പാമ്പും കോണിയും കളിയാ. ഇപ്പോഴത്തെ കളിയിൽ മാസ്റ്ററിന്റെ മകൻ മൈക്കിൾ എന്റെ 50 ലക്ഷം രൂപയുടെ മുതലുമായിട്ടാ മുങ്ങിയത്. എവിടെയുണ്ടവൻ? എനിക്കറിയില്ല. പണിക്കരെ, ഓ എന്തായടൂ സമയം? 12:10. 12:10. സമയം മോശമാണല്ലോ പണിക്കരെ. ദൈവത്തെ ഓർത്ത് എന്നെ ഒന്നും ചെയ്യരുത്. ഞാനൊരു രോഗിയാ. ഇനി തല്ലിയാ താൻ ചാവും. അതൊഴിവാക്കാൻ വേണ്ടിയാ. പറ, എവിടെയാ മൈക്കിൾ? എനിക്കറിയില്ല, സത്യമായിട്ടും അറിയില്ല. ഡോക്ടർ, ഐ കാൻ ഡു ഇറ്റ്. അങ്ങനെ പറയരുത്. പകരം ഡോക്ടർ എന്ത് ചോദിച്ചാലും മുതലാളി തരും. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഡോക്ടർ ഒന്നുകൂടി ആലോചിക്ക്. ആന്റണി മുതലാളിയുടെ കേസാണ്. ഹൂ ഈസ് ആന്റണി? ഐ കാൻ ചേഞ്ച് ദ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഒരു അബദ്ധം പറ്റിയതാ. ചെറിയൊരു കൈയബദ്ധം. ഡോക്ടർ വിചാരിച്ചാൽ അത്. Now, look, Mr. Anthony, I have told him everything. And still if you disturb, I will have to report it. അയാള് ചെയ്യൂലെന്ന്. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കണോ പണിക്കരെ? ഹൗ മെനി അറ്റ് ഹോം? Wife and 2 kids. ഭാര്യയും 2 മക്കളും. എന്തിനാ? എന്താ കാര്യം? പണിക്കരെ, ഓ സമയം എന്തായിരുന്നു?
കൃത്യം പറഞ്ഞ 2:15. ഡോക്ടറെ, അങ്ങേര് സമയം ചോദിച്ചാ അത് കാലം കോഴി കൂവിയതുപോലെയാ. സിറിയക് മാഷിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാറ്റി എഴുതിയില്ലെങ്കിൽ റിപ്പോർട്ട് 3 വേറെ എഴുതേണ്ടി വരും. മനസ്സിലായില്ല അല്ലേ? സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും. എന്താ വേണം? വേണ്ട എന്നാ ചെല്ലു. വേണ്ട സർ, ഞാൻ ചെയ്തോളാം. താങ്ക് യു ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. ബി പ്രാക്ടിക്കൽ.